എഴുത്താന്റെ എപ്പിസോഡ് 39ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കഥ തുടങ്ങുമ്പോൾ നിക്കിയും സുമിത്രയും പാലസിൽ വരികയാണ്. നിക്കിയും സുമിത്രയും പാലസിന്റെ അകത്ത് കയറി പോവുകയാണ്. നിക്കിക്കകത്ത് ലോക്കായ സൗദാമിനി ബാക്ക് സീറ്റ് തള്ളി മാറ്റി ആ വഴി പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് നിക്കി രക്ഷസല്ല എന്ന് പ്രൂവ് ചെയ്തിട്ട് ആ തെളിവുമായി മാലിക്കിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് സൗദാമിനി പാലസിന്റെ അകത്തേക്ക് കയറി പോകുന്നു. പാലസിന്റെ അകത്ത് കയറി പോകുന്ന സൗദാമിനി, ഈ പാലസിൽ നടക്കുന്ന വലിയൊരു രഹസ്യം എനിക്ക് പറയാനുണ്ട്, എല്ലാവരോടും വരാൻ അലറി വിളിച്ച് പറയുകയാണ് സൗദാമിനി. അപ്പോൾ അവിടേക്ക് എല്ലാവരും വരികയാണ്. അവരെ കാണുന്ന സൗദാമിനി നിക്കി രക്ഷസിനെ കുറിച്ച് കളിയാക്കി പറയുകയാണ്. സൗദാമിനെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണോ നിക്കി രക്ഷസ് എന്നൊക്കെ പറയുകയാണ്. ഇതെല്ലാം കേട്ട് മാറി നിൽക്കുന്ന നിക്കി ചിരിക്കുകയാണ്. നേരത്തെ നിക്കി ഡൗട്ട് തോന്നി കാറിന്റെ പുറത്ത് ഇറങ്ങി ഡിക്കിയിൽ നോക്കിയപ്പോൾ സൗദാമിനിയുടെ ഡ്രസ്സിന്റെ കുറച്ച് ഭാഗം നിക്കി കണ്ടിട്ടുണ്ടായിരുന്നു. ആ കാര്യം നിക്കി സുമിത്രയോട് പറയുകയും ചെയ്തു. ഇതെല്ലാം ഓർമ്മിക്കുന്ന നിക്കി സുമിത്രയെ നോക്കി ഡൺ എന്ന് കാണിക്കുമ്പോൾ സുമിത്ര ഓക്കെ എന്ന് കാണിക്കുമ്പോൾ നിക്കി അവിടെ നിന്ന് പോകുന്നു. അപ്പോഴും സൗദാമിനി, നിന്റെ കള്ളത്തരം ഞാൻ പൊളിച്ചെടുക്കും, നീ നിന്റെ മുഖം മൂടി മാറ്റി വെച്ചിട്ട് എന്റെ മുമ്പിൽ വാ എന്നൊക്കെ അലറി വിളിച്ച് പറയുകയാണ് സൗദാമിനി. അപ്പോൾ അവിടേക്ക് രക്ഷസായി നിക്കി വരികയാണ്. നിക്കിയെ കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. നിക്കി ദേഷ്യത്തോടെ ഏറിൽ പറക്കുകയാണ്. അവിടെ മുഴുവൻ ഏറിൽ ചുറ്റി പറക്കുന്നത് കാണുന്ന സൗദാമിനിക്ക് നിക്കി രക്ഷസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഏറിൽ പറക്കുന്നത് എന്നൊക്കെ ഡൗട്ട് തോന്നുകയാണ്. നിക്കി സൗദാമിനിയോട്, നീ എന്റെ മുഖം മൂടി മാറ്റാൻ നോക്കുകയാണോ, നിനക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാമോ എന്നൊക്കെ ചോദിച്ച് നിക്കി സൗദാമിനിയെ ഉപദ്രവിക്കുകയാണ്. നിക്കി സൗദാമിനിയോട്, നീ ആരാണ്, നീ എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ ചോദിച്ച് അടിക്കുകയാണ് നിക്കി. സൗദാമിനി, ഞാൻ ഇവിടെ നിന്ന് പോകാം, എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറയുകയാണ്. അതൊന്നും കേൾക്കാതെ നിക്കി സൗദാമിനിയെ ഫൂറൻ കട്ടിന്റെ പുറത്താക്കാൻ ഫവാനിയോട് പറയുകയാണ്. അത് കേൾക്കുന്ന ഫവാനി സൗദാമിനി അവിടെ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു. സൗദാമിനി പോകുന്നത് കാണുന്ന നിക്കി എല്ലാവരോടുമായി, മാലിക്കിന്റെ അമാവാസിയിലെ രണ്ടാമത്തെ ചടങ്ങ് ചെയ്യാൻ വേതാളത്തിനെ അന്വേഷിച്ച് ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് പോകും, എന്റെ യാത്രയ്ക്ക് ആരെങ്കിലും തടസ്സം നിന്നാൽ ഞാൻ അവരെ വെറുതെ വിടില്ല എന്ന് അലറി വിളിച്ച് ദേഷ്യത്തോടെ പറയുകയാണ് നിക്കി. എല്ലാവരും അത് കേട്ട് പേടിച്ച് നിൽക്കുകയാണ്. നിക്കി അവിടെ നിന്ന് പോകുന്നത് കണ്ട് പീയൂഷ് ആലോചിച്ച് നിൽക്കുകയാണ്. ശേഷം ആരും കാണാതെ സുമിത്രയുടെ അടുത്ത് വരുന്ന നിക്കി കാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് റൂമിൽ പോകുന്ന നിക്കിയുടെ അടുത്ത് പീയൂഷ് വരികയാണ്. പീയൂഷ് നിക്കിയുടെ കൂടെ കാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്ന നിക്കി പീയൂഷിനെ റൂമിന്റെ അകത്ത് പൂട്ടിയിട്ടിട്ട്, ഞാൻ പഴയ നിക്കിയല്ല, ഞാൻ ഇപ്പോൾ മാലിക്കിന്റെ നിക്കിയാണ് എന്നൊക്കെ പറയുകയാണ് നിക്കി. പീയൂഷ് നിക്കിയോട് ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞ് ബഹളം വെക്കുകയാണ്. അതൊന്നും കേൾക്കാതെ നിക്കി അവിടെ നിന്ന് പോകുന്നു. ശേഷം രാത്രി കാടാണ് കാണിക്കുന്നത്. നിക്കി കാടിന്റെ അകത്ത് കൂടി പോവുകയാണ്. പുറകെ നിക്കിയെ ഫോളോ ചെയ്ത് സൗദാമിനിയും അവിടെ വരികയാണ്. നിക്കി വരുന്ന കാര്യം ഖനിഫുദത്തിനോട് പരുന്ത് ചെന്ന് പറയുകയാണ്. മറുവശത്ത് സുമിത്ര പീയൂഷിനെ പൂട്ടിയിട്ടിരിക്കുന്ന ഡോർ തുറന്ന് പീയൂഷിനെ പുറത്താക്കുന്നു. പീയൂഷ് നിക്കിയുടെ അടുത്ത് പോകുന്നു എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നത് കാണുന്ന സുമിത്ര അവസാനം നിക്കി എവിടെയാണ് പോയതെന്ന് പീയൂഷിനോട് പറയുകയാണ്. അത് കേൾക്കുന്ന പീയൂഷ് അവിടെ നിന്ന് പോകുന്നു. പീയൂഷ് കാറിന്റെ അടുത്ത് പോകുമ്പോൾ പീയൂഷിന്റെ കാറിന്റെ മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കുകയാണ്. അത് ആരാണെന്ന് കാണിക്കുന്നില്ല. ശേഷം കാടാണ് കാണിക്കുന്നത്. കാടിന്റെ അകത്തുകൂടി നിക്കി ഓരോ സൗണ്ട് കേട്ട് പേടിച്ച് നടക്കുകയാണ്. നിക്കി പേടിച്ച് തീ കത്തുന്നിടത്ത് വന്ന് നിൽക്കുമ്പോൾ ആ തീയിലേക്ക് മറിഞ്ഞിരിക്കുന്ന സൗദാമിനി ടാബ്ലറ്റ് ഇടുകയാണ്. ആ ടാബ്ലറ്റ് കത്തുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പുക ശ്വസിച്ച് നിക്കി ബോധം കെട്ട് വീഴുകയാണ്. നിക്കി വീഴുന്നത് കാണുന്ന സൗദാമിനി നിക്കിയുടെ അടുത്ത് പോയി നിക്കിയെ അവിടെ നിന്ന് മാറ്റി ഒരിടത്ത് കിടത്തുകയാണ്. എന്നിട്ട് നിക്കിയെ കൊല്ലാൻ വേണ്ടി ഒരു വലിയ കല്ലെടുത്ത് നിക്കിയുടെ തലയിൽ ഇടാൻ പോകുന്നതും അവിടെ കേൾക്കുന്ന ഒരു പ്രത്യേക തരം സൗണ്ട് കേട്ട് പേടിക്കുകയാണ് സൗദാമിനി. പിന്നെയും നിക്കിയുടെ തലയിലേക്ക് കല്ലിടാൻ സൗദാമിനി ശ്രമിക്കുന്ന സമയം അവിടെ വരുന്ന ഖനീഫുദ സൗദാമിനി അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ഒരു കുഴിയിലേക്ക് സൗദാമിനിയെ തള്ളിയിടുകയാണ്. എന്നിട്ട് ഖനീഫുദ സൗദാമിനിയുടെ ദേഹത്തേക്ക് ഒരു ദ്രാവകം തുപ്പുകയാണ്. എന്നിട്ട്, നീ വേതാളത്തിനെ പിടിക്കാനാണോ വന്നതെന്ന് ചോദിക്കുന്നത് കേൾക്കുന്ന സൗദാമിനി, ഞാൻ ഒരു വേതാളത്തിനെ പിടിക്കാൻ വന്നതല്ല, അത് വേറെ ഒരാളാണ്, നിങ്ങൾക്ക് ആള് മാറിയതാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന ഫൂദ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് ഫൂദ നിക്കിയുടെ അടുത്ത് വരികയാണ്. നിക്കിയെ കാണുന്ന ഫൂദ നിക്കിയെ ഒരിടത്ത് കെട്ടിയിടുകയാണ്. കണ്ണു തുറക്കുന്ന നിക്കി ഭൂതത്തിനെ കണ്ട് പേടിക്കുകയാണ്. ഭൂതം നിക്കിയുടെ ദേഹത്തും തുപ്പുകയാണ്. തുപ്പൽ വീണ ഭാഗം പൊള്ളുകയാണ്. അത് കാണുന്ന നിക്കി കണ്ണടച്ചിരിക്കുമ്പോൾ നിക്കി ബാലദേവി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണ്. ദുഷ്ടതയെ തോൽപ്പിക്കാനുള്ള ശക്തി നിന്നിൽ തന്നെ ഉണ്ട് നിക്കി എന്ന് പറഞ്ഞത് ഓർമ്മ വരുന്ന നിക്കി അലറി വിളിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ശക്തി ഭൂതത്തിന്റെ ശരീരം പൊള്ളിക്കുകയാണ്. ദേഷ്യം വരുന്ന നിക്കി വീണ്ടും അലറി വിളിക്കുകയാണ്. എന്നിട്ട് ഭൂതത്തിനെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് നിക്കി. മറുവശത്ത് കാട്ടിന്റെ അകത്ത് വരുന്ന പീയൂഷ് നിക്കിയുടെ അലറിയുള്ള വിളി കേട്ട് പേടിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് സൗദാമിനി കാട്ടിലുള്ള കമ്പ് വെച്ച് ഒരു ആയുധം ഉണ്ടാക്കിയിട്ട് അതിൽ വിഷപ്പച്ചിലയിലെ വിഷം തേക്കുകയാണ്. എന്നിട്ട് നിക്കിയെ അന്വേഷിച്ച് നടക്കുകയാണ് സൗദാമിനി. തുടർന്ന് നിക്കി ശ്വേതത്തിനെ കാണുകയാണ്. നിക്കി നോക്കുമ്പോൾ ശ്വേതം തിരിച്ചു പോവുകയാണ്. ശ്വേതം പോകുന്നത് കാണുന്ന നിക്കി ശ്വേതത്തിനോട് പോകല്ലേ എന്ന് പറഞ്ഞ് നിക്കി അതിന്റെ പുറകെ പോവുകയാണ്. ഇതെല്ലാം കാണുന്ന സൗദാമിനി കയ്യിലുണ്ടായിരുന്ന കമ്പ് കൊണ്ടുണ്ടാക്കിയ ആയുധം നിക്കിയുടെ നേരെ എറിയുകയാണ്. നിക്കിയുടെ നേരെ എന്തോ ഒരു ആയുധം വരുന്നതെന്ന് മനസ്സിലാക്കുന്ന നിക്കി നോക്കുമ്പോൾ ആ ആയുധം നേരെ പോകുന്നത് ശ്വേതത്തിന്റെ അടുത്തേക്കായിരുന്നു. ആ കാര്യം മനസ്സിലാക്കുന്ന നിക്കി ആ ആയുധത്തിനെ തടയുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ആയുധം നിക്കിയുടെ ദേഹത്ത് തറയ്ക്കുകയാണ്. അപ്പോൾ നിക്കി താഴേക്ക് വീഴുകയാണ്. നിക്കി ശ്വേതത്തിനോട്, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുന്ന സമയം നിക്കിയുടെ ശരീരത്തിൽ വിഷം നിറയുകയാണ്. അത് കാണുന്ന ശ്വേതത്തിന് ദേഷ്യം വരികയാണ്. ദേഷ്യം കൊണ്ട് അലറി വിളിക്കുകയാണ് ശ്വേതം. എന്നിട്ട് ശ്വേതം നിക്കിയുടെ അടുത്ത് വരുന്ന സമയം സൗദാമിനി തെറിച്ച് വേറൊരു സ്ഥലത്തേക്ക് ചെന്ന് വീണ് സൗദാമിനിയുടെ ബോധം പോവുകയാണ്. ഇതേ സമയം ഖനീഫുദവും തെറിച്ച് ഒരു മരത്തിന്റെ കൊമ്പിൽ വീണ് മരിക്കുകയാണ്. തുടർന്ന് ശ്വേത നിക്കിയുടെ ശരീരത്തിലെ വിഷമെല്ലാം കളയുകയാണ്. കണ്ണു തുറക്കുന്ന നിക്കി ശ്വേതത്തിനോട് വേതാളത്തിന്റെ കാര്യം പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന ശ്വേതം ഒരു തൂവൽ തറയിൽ ഇട്ടിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ
കഴിയുമ്പോൾ ആ തൂവൽ ചാട്ടവാർ ആകുകയാണ്. നിക്കി ആ ചാട്ടവാർ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന സമയം പീയൂഷിനെ കാണുകയാണ് നിക്കി. പീയൂഷിനോട് നിക്കി എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അത് കേൾക്കുന്ന പീയൂഷ്, എന്നെ കാണാൻ മന്ത്രവാദിനി വന്നിരുന്നു, എല്ലാ കാര്യങ്ങളും എന്നോട് അവർ പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോഴാണ് കുറച്ചു നേരം മുമ്പ് പാലസിൽ പീയൂഷിന്റെ അടുത്ത് വന്നത് മന്ത്രവാദിനിയാണെന്ന് കാണിക്കുകയാണ്. പീയൂഷിനെ കാണുന്ന മന്ത്രവാദിനി ചാട്ടവാറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പീയൂഷിനോട് പറയുകയാണ്. അത് എന്താണെന്ന് അറിയാനും വേതാളത്തിന്റെ അടുത്ത് നിക്കിക്ക് പോകാൻ കഴിയുമോ എന്നറിയാനും നെക്സ്റ്റ് എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്